പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന NXTയുടെ ഒരു ഹൗസ് ഷോയിൽ WWE ചാമ്പ്യനായ CM പങ്ക് വന്നിട്ടുണ്ടായിരുന്നു. CM പങ്ക് മെയിൻ ഇവൻറ്റിൽ ഒരു 6-man ടാഗ് ടീം മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2012 ശേഷം CM പങ്ക് ആദ്യമായിട്ടാണ് NXTക്ക് വേണ്ടി ഒരു ഹൗസ് ഷോയിൽ NXTക്ക് വേണ്ടി ഹൗസ് ഷോ എന്നല്ല ഒരു ലൈവ് എപ്പിസോഡിൽ അദ്ദേഹം അപ്പിയറൻസ് നടത്തുന്നത്. അപ്പോൾ CM പങ്കിൻ്റെ ഈ ഒരു അപ്പിയറൻസ് അവിടെയുള്ള യങ് വലിയ ആഘോഷമാക്കി മാറ്റി. മത്സരശേഷമുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഒരു റെസ്ലറിനെ ആക്രമിക്കുന്നതും മറ്റൊരു റെസ്ലറിന് വേണ്ടി ആ റെസ്ലറിനെ ടേബിളിലേക്ക് ഇട്ടുകൊടുക്കുന്നതുമായിട്ടുള്ള CM പങ്കിൻ്റെ മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും CM പങ്ക് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യങ് ടാലൻസിനെ സംബന്ധിച്ച് അവരോടൊപ്പം ഒരു ഷോയിൽ പങ്കെടുക്കുന്നു, അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു, അവർക്കൊപ്പം ഒരു മത്സരത്തിന് ഇറങ്ങുന്നു. അങ്ങനെ വലിയ പോസിറ്റീവായി തന്നെയാണ് CM പങ്ക് അദ്ദേഹത്തിൻ്റെ WWE കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ CM പങ്ക് NXT ഷോയിൽ വന്നതിന് യങ് ടാലൻസ് അവർക്കും വലിയൊരു ആവേശമുണ്ടായി. അവർ CM പങ്ക് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് WWE ലെജൻഡാണ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനാണ്. അപ്പോൾ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് CM പങ്കിൻ്റെ കൂടെ ഒരു ഷോയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അത് അവർ ഇന്ന് മാക്സിമം അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് CM പങ്കിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWEയുടെ അടുത്ത ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് സൺഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയാണ്. സെപ്റ്റംബർ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. ആ ഷോയിലേക്ക് ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കോഡി റോഡ്സിൻ്റെ ആവശ്യപ്രകാരം കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരമാണ് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് AAAയുടെ അടുത്ത ഒരു മെഗാ ഇവൻ്റ് എന്ന് പറയുന്നത്, പ്രീമിയം ലൈവ് ഇവൻ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഷോയാണ്. 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ ദിവസത്തിൻ്റെ മെയിൻ ഇവൻ്റ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെടുകയുണ്ടായി. നിലവിലെ AAA മെഗാ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിരിയോ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റോമൻ റീൻസിൻ്റെ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിലെ ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരം ഇന്നത്തെ AAA വീക്ക്ലി എപ്പിസോഡിൽ നടക്കുകയുണ്ടായി. മെയിൻ ഇവൻറ്റിൽ നടന്ന മത്സരത്തിൽ സൈക്കോ ക്ലൗൺ എന്ന് പറയുന്ന റെസ്ലറിനെ ലാ പാർക്ക എന്ന് പറയുന്ന റെസ്ലറായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ലാ പാർക്ക അദ്ദേഹം പിൻഫോളിലൂടെ വിജയം നേടിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആക്രമണം ഈ ഒരു ആഴ്ചയും സൈക്കോ ക്ലൗണ് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ആക്രമിച്ച ആ മാസ്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്ന ഭീകര രൂപം ഈ ഒരു ആഴ്ചയും ഈ മത്സരത്തിൻ്റെ ഇടയിലൂടെ വന്നിട്ട് സൈക്കോ ക്ലൗണിനെ ആക്രമിക്കുന്നു. ലാ പാർക്ക ഈ ഒരു അവസരം മുതലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ലാ പാർക്ക ഈ ഒരു റെസ്ലർ സൈക്കോ ക്ലൗണിനെ ആക്രമിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു മാച്ചിൻ്റെ സ്റ്റോറി അവർ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ പെൻഡ വേഴ്സസ് ലാ പാർക്ക തമ്മിലുള്ള മത്സരമായിരിക്കും അടുത്ത റൗണ്ടിൽ സെമി ഫൈനൽ പോലെ നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പെൻഡ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു പ്രൊമോ ഇന്നത്തെ AAAയുടെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ഈ ഒരു പ്രൊമോയിൽ പൂർണ്ണമായും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റീൻസിനെ ആയിരുന്നു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ റോമൻ റീൻസിന് അദ്ദേഹത്തിൻ്റെ കുടുംബം വേണം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ. അദ്ദേഹം നല്ലൊരു റെസ്ലറാണ്, പക്ഷേ കുടുംബം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതെന്നും താൻ അങ്ങനെയല്ല എന്നും താൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ നേടിയിട്ടുള്ളത് എന്നും താൻ ഈ ഒരു ടൂർണമെൻറ്റിൽ വിജയിച്ചുകൊണ്ട് ആരാണ് പെൻഡ എന്നുള്ളത് റോമൻ റീൻസിന് കാണിച്ചു കൊടുക്കുമെന്നുള്ള വലിയൊരു പ്രൊമോ അദ്ദേഹം കട്ട് ചെയ്യുകയുണ്ടായി. മെക്സിക്കൻ ക്രൗഡ് പെൻഡയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പെൻഡ തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ വിജയിക്കാൻ വലിയ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് അദ്ദേഹം അഡ്വാൻസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോ റോമൻ റീൻസിനെതിരെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെറോസ് ഡെൽമാൾ എന്ന് പറയുന്ന ഫാക്ഷൻ അങ്ങോട്ടേക്ക് കയറി വന്നു. ആ ഫാക്ഷൻ്റെ നിലവിലെ ലീഡർ എന്ന് പറയുന്നത് ഡാഗ എന്ന് പറയുന്ന റെസ്ലർ ആയിരുന്നു. ഡാഗ ആ റിങ്ങിലേക്ക് കയറിക്കൊണ്ട് പെൻഡയോട് പറയുന്നത്, നമ്മൾ ഈ ഒരു ഫാക്ഷനിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു, പെൻഡ പിന്നീട് ഞങ്ങളെ വിട്ടുപോയി, ഞങ്ങളിത് വീണ്ടും റീയൂണിയൻ ചെയ്യിപ്പിച്ചു പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ പെൻഡയോട് അവർക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പിലേക്ക് നീ വരണം, ബ്ലഡ് ലൈനെതിരെ റോമൻ റീൻസിനെതിരെ നിനക്ക് ഒറ്റയ്ക്ക് പോരാടാൻ സാധിക്കില്ല, അവർക്ക് നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് റോമൻ റീൻസിന് ഊസോസിൻ്റെയും ജേക്കബ് ഫാറ്റുവിൻ്റെയും ഇപ്പോൾ എന്താ സോളസിക്കോവയുടെയും ഒക്കെ ഒരു സഹായം ലഭിച്ചേക്കും. അങ്ങനെ പെൻഡ ഒറ്റയ്ക്ക് റോമൻ റീൻസിനെതിരെ പോരാടാൻ പോയാൽ
പരാജയപ്പെടും എന്നുള്ളതാണ് പെരോസ് ഡെൽമാൽ ലീഡറായ ഡാഗ പറയുന്നത്. പക്ഷേ ഡാഗയുടെ ഈ ഒരു ആവശ്യം, ഈ പെരോസ് ഡെൽമാലിലേക്ക് പെൻഡ റീജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പെൻഡ ഒറ്റയടിക്ക് സമ്മതിക്കുന്നില്ല. ക്രൗഡ് പെൻഡയോട് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും പെൻഡ അത് ഒറ്റയടിക്ക് സമ്മതിക്കുന്നില്ല. പെൻഡ പറയുന്നത് താൻ ആലോചിക്കട്ടെ എന്നുള്ളത്. അങ്ങനെ ഡാഗ പറയുന്നുണ്ട്, നിനക്ക് ഈ ഒരു ദിവസം അവസാനിക്കുന്നത് വരെ സമയമുണ്ട്, അപ്പോൾ നീ ചൂസ് ചെയ്തോളൂ എന്ത് വേണം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന ഒരു മൊമെൻറ്റിൽ പെൻഡ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഡാഗ എന്ന് പറയുന്ന റെസ്ലറും ഏഞ്ചലും ഈ ഗ്രൂപ്പിലേക്ക് വന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഇവരുടെ ഫാമിലി ലെഗസിയെ സംബന്ധിച്ച് ഏഞ്ചലിനോടൊക്കെ സംസാരിക്കുന്നു. എന്നാൽ ഇതിൽ ഭാഗമാകേണ്ട ആളാണോ ബ്രോൺകോ നീമ എന്ന് പറയുന്ന റെസ്ലർ എന്നുള്ളത് പെൻഡ ഈ ഒരു ഫാക്ഷനിലെ മെമ്പറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ബ്രോൺകോ നീമ ഈ ഒരു ടീമിലേക്ക് വന്നതിൽ പെൻഡയിൽ ചില ഒരു അതൃപ്തിയുണ്ട്. അത് ഡയറക്റ്റ് പെൻഡ പറയുകയും ചെയ്തു. അപ്പോൾ ബ്രോൺകോ നീമ അടുത്ത ഒരു എപ്പിസോഡിലെ മത്സരത്തിലേക്ക്, നെക്സ്റ്റ് വീക്കിലെ ഒരു എപ്പിസോഡിലെ മത്സരത്തിലേക്ക് പെൻഡയെ ചലഞ്ച് ചെയ്തു. പെൻഡയെ പരാജയപ്പെടുത്തിയാൽ പെൻഡ പെരോസ് ഡെൽമാൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഇനി അഥവാ പെൻഡയാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെൻഡയുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കോളും എന്നുള്ളതാണ് ആ ഒരു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പെൻഡ ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം പെരോസ് ഡെൽമാളിൽ ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പെരോസ് ഡെൽമാൾ എന്ന് പറയുന്ന ഗ്രൂപ്പും ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു ഫ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പെൻഡ ഒറ്റയ്ക്ക് തന്നെ ബ്ലഡ് ലൈനെതിരെ പോരാടുന്നത്, പ്രത്യേകിച്ച് റോമൻ റീൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ പോരാടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിന് ഒന്നെങ്കിൽ പെൻഡ ടൂർണമെൻറ്റ് വിജയിച്ച് വരണം. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി എല്ലാം പെൻഡയ്ക്ക് അനുകൂലമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ സംഭവ വികാസങ്ങൾ റോമൻ റീൻസിനെ സംബന്ധിച്ചും ബ്ലഡ് ലൈനെ സംബന്ധിച്ചും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചും റോ എപ്പിസോഡിനെ സംബന്ധിച്ചും ഇന്നത്തെ ട്രിപ്പിൾ എ വീക്കിലി എപ്പിസോഡിൽ നടക്കുകയുണ്ടായി. ട്രിപ്പിൾ എ ഷോ യൂട്യൂബിൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 8:30 വരെ അല്ലെങ്കിൽ 8:45 വരെ ലൈവായിട്ട് കാണാൻ സാധിക്കും. അത് എല്ലാ ഞായറാഴ്ചയും അവരൊരു വീക്ക്ലി എപ്പിസോഡ് പോലെ അത് എയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അത് പിന്തുടരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പിന്തുടരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കിടിലമായിട്ടുള്ള മത്സരങ്ങൾ, കിടിലമായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേണുകളാണ് സ്റ്റോറി ലൈനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോസ്റ്ററിൽ നമ്മൾ ഒട്ടും അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന റെസ്ലേഴ്സിന് ട്രിപ്പിൾ എ ഷോയിൽ വമ്പൻ സപ്പോർട്ട് കാണികൾ കൊടുക്കുന്നു. വമ്പൻ സപ്പോർട്ട് ദി അണ്ടർടേക്കറിൻ്റെ ക്രിയേറ്റീവ് ടീം കൊടുക്കുന്നു. അങ്ങനെ മെയിൻ റോസ്റ്ററിൽ കാണുന്നതിൻ്റെ നേർ വിപരീതമാണ് ട്രിപ്പിൾ എ വീക്ക്ലി എപ്പിസോഡ്സിലും മെയിൻ ഷോസിലും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ എ ഷോസ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് ട്രിപ്പിൾ എ ഷോകളിലൂടെ കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ ട്രിപ്പിൾ എ ഷോ കഴിയുന്നതിന് ശേഷം ഒമാസിൻ്റെയും റെയ്മിസ്റ്റിൻ്റെയുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നടക്കുകയുണ്ടായി. അതായത് ഇന്നത്തെ ട്രിപ്പിൾ എയുടെ വീക്ക്ലി എപ്പിസോഡ് ലൈവായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന വീക്ക്ലി എപ്പിസോഡാണ്. പക്ഷേ അതിനുശേഷം അടുത്ത ആഴ്ചകളിലേക്കുള്ള ഒരു എപ്പിസോഡ് അവർ മുൻകൂട്ടി പ്രീ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷൂട്ട് ചെയ്തതിൽ ഒമാസിൻ്റെ ഒരു മത്സരശേഷം ട്രിപ്പിൾ എ ജനറൽ മാനേജറായ റെയ്മിസ്റ്റിയെ ഒമാസ് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ചോക്ക് സ്ലാം പഠിക്കാൻ വേണ്ടി റെയ്മിസ്റ്റിയെ ഒമാസ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റെയ്മിസ്റ്റിയെ സിമ്പിളായിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒമാസ് ലിഫ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റെയ്മിസ്റ്റിയെ ഒമാസിനോട് ചോക്ക് സ്ലാം ചെയ്ത് ഇടാൻ റെയ്മിസ്റ്റിയുടെ മകനായ ഡൊമിനിക്ക് വന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഒമാസ് ചെയ്യുന്നില്ല. ഒമാസിൻ്റെ മാനേജർ പറയുന്നത് ഇത് ചെയ്യരുത് എന്നാണ്. എന്നാൽ അതിനുശേഷം റെയ്മിസ്റ്റിയോ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഒമാസിനൊരു വിയോജിപ്പ് വരികയും അദ്ദേഹം റെയ്മിസ്റ്റിയെ പഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, ഈ ഒരു സ്റ്റോറി ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് അറിയാൻ നമുക്ക് ഈ ഒമാസിൻ്റെ മത്സരവും ഈ ഒരു രംഗങ്ങളും ഇനി ഡയറക്റ്റ് അവരുടെ ഷോയിൽ തന്നെ കാണേണ്ടി വരും. മിക്കവാറും അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിലോ നമുക്കിത് പ്രതീക്ഷിക്കാം. ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ലൈനുകളാണ് ഇപ്പോൾ ട്രിപ്പിൾ എയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്പോയിലർ അപ്ഡേറ്റ് ആണ്. നിങ്ങളിൽ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകും. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.